വലിയ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു ഈ വെളിപ്പെടുത്തൽ ഉണ്ടായത്. ശുചീകരണ തൊഴിലാളി പറഞ്ഞത് 100-ലേറെ പേരെ കൊന്നു കുഴിച്ചിട്ടിട്ടുണ്ട്, ആ സ്ഥലങ്ങൾ കാട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അതേ തുടർന്നാണ് വിവിധ പോയിന്റുകൾ ഈ ശുചീകരണ തൊഴിലാളി കാട്ടിക്കൊടുത്തത് പ്രത്യേക അന്വേഷണ സംഘത്തിന്. അത് പലയിടത്തും പരിശോധിച്ചു, എങ്കിലും ഒന്നും കണ്ടെത്താനായിരുന്നില്ല. മണ്ണടക്കമുള്ളവ ശേഖരിച്ച് ശാസ്ത്രീയ പരിശോധനകൾക്കായി അയച്ചു. ഇപ്പോഴിതാ പല സ്ഥലങ്ങൾ കുഴിച്ച് പരിശോധിച്ചതിൽ അസ്ഥികൂടം കണ്ടെത്തി എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഏറ്റവും പുതിയതായി വരുന്ന വിവരമനുസരിച്ചാണിത്. അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ഇനി ഫോറൻസിക് പരിശോധനയ്ക്കായി ഈ അസ്ഥികൂടം നിലവിൽ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പ്രത്യേക അന്വേഷണ സംഘം അവിടെ തുടർ പരിശോധനകളിൽ ഏർപ്പെടുന്നത് നമുക്ക് മനസ്സിലാവും. സാരംഗ് സുരേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സാരംഗ്, ഈ തുടർ പരിശോധനകളുടെ ഭാഗമായി മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടക്കുക? ഈ JCB അല്ലെങ്കിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുള്ള പരിശോധനയിലാണോ ഈ അസ്ഥികൂടം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്? നിലവിലും അങ്ങനെ തന്നെ ആയിരിക്കുമോ അന്വേഷണം? മോദി എന്തായാലും ഇപ്പോൾ ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മണ്ണുമന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണിച്ചതാണ്. തൊഴിലാളികൾ അങ്ങോട്ട് കൈക്കോട്ടും തുമ്പയും ഒക്കെയായി പിക്കാസും ഒക്കെയായി ഇറങ്ങി പോകുന്ന ഒരു ദൃശ്യം കാണിച്ചതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പരിശോധനയാണ് അവിടെ നടത്തിയത്. പിന്നീട് പമ്പ് ഉപയോഗിച്ച് ആ വെള്ളം ഉയർന്നു വരുന്ന ഒരു വെള്ളക്കെട്ട്, രൂപപ്പെടുന്ന വെള്ളക്കെട്ടിലെ ഈ വെള്ളം പുറത്തേക്ക് അടിച്ചു കളയുകയായിരുന്നു. ഇപ്പോഴെന്തായാലും ആ സംഘത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആന്ത്രപ്പോളജി വകുപ്പുമായി സഹകരിച്ചു പോകുന്ന മുതിർന്ന ഗവേഷകർ ആ സംഘത്തിലുണ്ട്. നമുക്ക് ആ ദൃശ്യത്തിൽ ഒരു മുതിർന്ന ഒരു വ്യക്തി അവിടെ ആ ഒരു കസേരയിലിരുന്ന് ലാപ്ടോപ്പിൽ എന്തോ ഒന്ന് പരിശോധിക്കുന്ന ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പക്ഷേ ആന്ത്രപ്പോളജി വകുപ്പിലെ ഉദ്യോഗസ്ഥനാണെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരോടൊപ്പം തന്നെ ഫോറൻസിക് സയൻസുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിദഗ്ധരും ഈ സംഘത്തിൽ തന്നെയുണ്ട്. ഒരു പക്ഷേ ഒരു മിനി ലാബ് എന്നുള്ള രീതിയിൽ തന്നെ പ്രവർത്തിക്കാൻ സജ്ജമാവുന്ന ഒരു സംഘത്തെ തന്നെയാണ് കർണാടക സർക്കാർ രാജ്യത്തെ ഒന്നാകെ മുൾമുനയിൽ നിർത്തിയ ഒരു വെളിപ്പെടുത്തലായിരുന്നു അത്. അതേ തുടർന്ന് വലിയ ചർച്ചകളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായി. ഇപ്പോഴും ആ വാർത്തയുമായി ബന്ധപ്പെട്ട് എല്ലാവരും അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നത് ഈ 100-ലേറെ പേരെ കൊന്ന് കുഴിച്ചിട്ടു എന്ന വെളിപ്പെടുത്തലിൽ എന്ത് കഴമ്പാണുള്ളത് എന്നതായിരുന്നു. ഈ ഘട്ടത്തിൽ വരുന്ന വിവരമനുസരിച്ച് ഒരു പോയിന്റിൽ കുഴിച്ചപ്പോൾ അസ്ഥികൂടം ലഭ്യമായി എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് വിവരങ്ങൾ വരുന്നത്. ഇനി തുടർ പരിശോധനകൾ അതുമായി ബന്ധപ്പെട്ട് നടക്കും. അതേസമയം തന്നെ സമാന്തരമായി മറ്റിടങ്ങളിൽ കൂടി കുഴിച്ചുള്ള പരിശോധനയും തുടരും.